എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് വളരെ വലിയ ഒരു സബ്ജക്റ്റാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. വിശ്വാസത്തിൻ്റെ ആവശ്യകത. അതാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ്. കാറ്റഗിസത്തിൽ 161 വിശ്വാസത്തിൻ്റെ ആവശ്യകത. അപ്പം ഇത് പഠിക്കുന്നതിന് മുൻപ് നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ച വിശ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ 616 ഖണ്ഡികയുടെ അവസാന ഭാഗം നമ്മൾ ഇന്നലെ അവസാനം അതാണ് പഠിച്ചത്. അത് ഇന്നത്തെ മുഴുവൻ പ്രബോധനവുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് നമ്മളതൊന്ന് വായിച്ച് മനസ്സിൽ രണ്ടാമതൊന്ന് ചിന്തിച്ചിരിക്കുന്നത് നല്ലതാണ്. 616 616ൻ്റെ അവസാന ഭാഗം പറയുന്നതാണ്, എല്ലാവരുടെയും പാപങ്ങൾ ഏറ്റെടുക്കാനും എല്ലാവർക്കും വേണ്ടിയുള്ള ബലിയായി തന്നെ തന്നെ അർപ്പിക്കാനും ഒരു മനുഷ്യനും, ഏറ്റവും വിശുദ്ധനായവന് പോലും ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. ലോകത്തിൽ ഒരു മനുഷ്യനും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ആർക്കാണത് കഴിഞ്ഞത്? ഒരേ സമയത്ത് ശ്രദ്ധിക്കണം, എല്ലാ മനുഷ്യ വ്യക്തികൾക്കും, അതായത് ആദം മുതൽ വരാനിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഉപരിയായി നിൽക്കുകയും അവരെ എല്ലാം ആശ്ലേഷിക്കുകയും. പ്രൈസ് ദി ലോർഡ്. കേട്ടോ, അടുത്തത് മനുഷ്യവർഗത്തിൻ്റെ മുഴുവനും ശിരസായി. പ്രൈസ് ദി ലോർഡ്. ഇതാണ് നിങ്ങളെ മനസ്സിൽ വെക്കേണ്ടത്. മനുഷ്യവർഗത്തിൻ്റെ മുഴുവനും ശിരസായി തന്നെ സ്ഥാപിക്കുകയും ചെയ്യുന്ന ദൈവിക വ്യക്തിയായ പുത്രൻ ക്രിസ്തുവിൽ സ്ഥിതി ചെയ്യുന്നതിനാലാണ് എല്ലാവർക്കും വേണ്ടി വീണ്ടെടുപ്പിൻ്റെ ബലി സമർപ്പിക്കാൻ അവിടത്തേക്ക് സാധിക്കുന്നത്. ഇത് വളരെ അടിവരയിട്ട് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ മനുഷ്യ വ്യക്തികൾക്കും ഉപരിയായി നിൽക്കുകയും അവരെല്ലാം ആശ്ലേഷിക്കുകയും. എല്ലാ മനുഷ്യ വ്യക്തികളെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ മാത്രമല്ല, പ്രപഞ്ചത്തിൽ ദൈവം സൃഷ്ടിച്ച എല്ലാ മനുഷ്യ വ്യക്തികളും. നമ്മൾ ഇന്നലെ പറഞ്ഞു, ഭൂലോകപാപം നീക്കുന്ന ദൈവത്തിൻ്റെ എമ്പുരാട്ടിക്കുട്ടിയായ ഈശോ തമ്പുരാനെ എന്ന് പറഞ്ഞാൽ ഭൂലോകപാപം, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ ഏറ്റെടുക്കുകയും അവരെ ആശ്ലേഷിക്കുകയും മനുഷ്യവർഗത്തിൻ്റെ മുഴുവനും ശിരസായി തന്നെ തന്നെ സ്ഥാപിക്കുകയും ചെയ്യുന്ന ദൈവിക വ്യക്തിയായ പുത്രൻ ക്രിസ്തുവിൽ സ്ഥിതി ചെയ്യുന്നതിനാലാണ് എല്ലാവർക്കും വേണ്ടി വീണ്ടെടുപ്പിൻ്റെ ബലി സമർപ്പിക്കാൻ അവിടത്തേക്ക് സാധിക്കുന്നു. ഇത് ഞാൻ ഇനിയുള്ള ഇന്നത്തെ പഠന സമയത്ത് ഒരുപക്ഷെ വീണ്ടും ഇത് റെഫർ ചെയ്തേക്കും. 616 കേട്ടോ, 616 616 എളുപ്പം ഓർത്തിരിക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് വിശ്വാസത്തിൻ്റെ ആവശ്യകത. വിശ്വാസത്തിൻ്റെ ആവശ്യകത. വിശ്വാസത്തിൻ്റെ ആവശ്യകത. ലെറ്റ് us begin. 161 ഖണ്ഡിക. യേശു ക്രിസ്തുവിലും നമ്മുടെ രക്ഷയ്ക്കായി അവിടുത്തെ അയച്ചവനിലും വിശ്വസിക്കുക നിത്യരക്ഷാപ്രാപ്തിക്ക് ആവശ്യമാണ്. മർക്കോസ് 16:16, യോഹന്നാൻ 3:36, 6:40 ഈ വചനങ്ങളിലെല്ലാം ഇത് ഈശോ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. യേശു ക്രിസ്തുവിലും നമ്മുടെ രക്ഷയ്ക്കായി അവിടുത്തെ അയച്ചവനിലും വിശ്വസിക്കുക നിത്യരക്ഷാപ്രാപ്തിക്ക് ആവശ്യമാണ്. കാരണം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനും അവിടുത്തെ മക്കളുടെ സംസർഗത്തിലേക്ക് വരുന്നതിനും വിശ്വാസം കൂടാതെ മനുഷ്യർക്ക് സാധ്യമല്ല. വിശ്വാസം കൂടാതെ ആരും നീതീകരണം നേടിയിട്ടില്ല.
അവസാനം വരെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാത്ത ആരും നിത്യരക്ഷ പ്രാപിക്കുകയുമില്ല. 43. ഈ 43 വിശ്വാസം കൂടാതെ ആരും നീതീകരണം നേടിയിട്ടില്ല. അപ്പം ഈ നീതീകരണത്തെക്കുറിച്ചാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. നീതി എന്നുള്ള വാക്ക് അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ സാധാരണ ഒരു ലോകനീതി അല്ല, ദൈവത്തിൻ്റെ നീതി, ദൈവനീതി. ദൈവനീതി എന്നത് രക്ഷിക്കുന്ന നീതിയാണ്, സ്നേഹിക്കുന്ന രക്ഷിക്കുന്ന നീതിയാണ്. കണ്ടോ, ഇപ്പോൾ നമ്മൾ നേരത്തെ കേട്ടത് നോക്കൂ. 616 എന്താ കേട്ടത്? എന്താ ദൈവനീതി? 616 നമ്മൾ കേട്ടത്. 616 നമ്മൾ അവസാനം കേട്ടത് എന്താ? എല്ലാ മനുഷ്യ വ്യക്തികൾക്കും ഉപരിയായി നിൽക്കുക, അവരെല്ലാം ആശ്രയിക്കുകയും മനുഷ്യവർഗത്തിൻ്റെ മുഴുവനും ശിരസായി തന്നെ സ്ഥാപിക്കുകയും, അതിനു മുമ്പ് എല്ലാവർക്കും വേണ്ടിയുള്ള ബലിയായി തന്നെ അർപ്പിക്കാനും ഒരു മനുഷ്യനും ഏറ്റവും വിശുദ്ധനായവന് പോലും ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. ഒരേ സമയത്ത് എല്ലാ മനുഷ്യ വ്യക്തികൾക്കും ഉപരിയായി നിൽക്കുകയും അവരെയെല്ലാം ആശ്ലേഷിക്കുകയും മനുഷ്യവർഗത്തിൻ്റെ മുഴുവനും ശിരസായി തന്നെ സ്ഥാപിക്കുകയും ചെയ്ത ദൈവവ്യക്തിയായ പുത്രൻ ക്രിസ്തുവിൽ സ്ഥിതി ചെയ്യുന്നതിലാണ് എല്ലാവർക്കും വേണ്ടി വീണ്ടെടുപ്പിൻ്റെ ബലി സമർപ്പിക്കാൻ അവിടത്തേക്ക് സാധിക്കുന്നത്. അതാണ് ദൈവനീതി, എല്ലാവർക്കും വേണ്ടി വീണ്ടെടുപ്പിൻ്റെ ബലി. അപ്പോൾ ഇവിടെയാണ് ഈ ദൈവനീതി. വിശ്വാസം കൂടാതെ ആരും നീതീകരണം നേടിയിട്ടില്ല. വീണ്ടും നമുക്ക് ആദ്യം മുതൽ വായിക്കാം. യേശു ക്രിസ്തുവിലും നമ്മുടെ രക്ഷയ്ക്കായി അവിടുത്തെ അയച്ചവനിലും വിശ്വസിക്കുക നിത്യരക്ഷ പ്രാപ്തിക്ക് ആവശ്യമാണ്. 42 ആദ്യം മർക്കോസ് 16:16. എന്താ മർക്കോസ് 16:16? വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. മർക്കോസ് 16:16. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും. എല്ലാ മനുഷ്യർക്കും വേണ്ടി ജീവൻ അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ആ ജീവാർപ്പണം നടത്തിയ യേശുവിൽ വിശ്വസിക്കണം. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല, ദൈവകോപം അവൻ്റെ മേലുണ്ട്. യോഹന്നാൻ 3:36. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. അതാണ്. അപ്പം ഈ പുത്രനിൽ വിശ്വസിക്കുന്നതിൻ്റെ ആവശ്യകത എന്താ? പുത്രൻ നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. വിശ്വസിച്ച് കഴിഞ്ഞിട്ടല്ല നമ്മളിത് പുത്രൻ ചെയ്യണത്. പുത്രൻ ഇതെല്ലാം നമുക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അത് നമുക്ക് കിട്ടണോ? അത് കിട്ടണമെങ്കിൽ അവൻ്റെ അടുത്തേക്ക് ചെല്ലണം, അവനെ കാണണം, അവനിൽ വിശ്വസിക്കണം. അവനിൽ വിശ്വസിക്കാത്തവൻ വിശ്വസിക്കായക കൊണ്ട് തന്നെ ശിക്ഷയ്ക്ക് അല്ലെങ്കിൽ ദൈവകോപത്തിൻ്റെ അവസ്ഥയിലാണ്. ഇനി 6:40, യോഹന്നാൻ 6:40. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുന്നവനും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. 6:40 യോഹന്നാൻ 6 കഫർനാമിലെ പ്രസംഗം. അപ്പം ഈ 3 വചനങ്ങളും ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈശോ തന്നെ നേരിട്ട് പഠിപ്പിക്കുകയാണ്. നമ്മുടെ രക്ഷയ്ക്കായി അവിടുത്തെ അയച്ചവനിലും വിശ്വസിക്കുക, നിത്യരക്ഷാപ്രാപ്തിക്ക് ആവശ്യമാണത്. കാരണം ഇനി അടുത്തതാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനും. അതാണ്
വിശ്വാസം ഉണ്ടെങ്കിലേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് എബ്രായ ലേഖനത്തിൽ എബ്രായർ 11:6 പറഞ്ഞിട്ടുണ്ട്. എബ്രായർ 11:6 പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ പറയുന്ന ഒരു വശം ദൈവത്തെ പ്രസാദിപ്പിക്കുക. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. എബ്രായർ 11:6 അതാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനും അവിടുത്തെ മക്കളുടെ സംസർഗത്തിലേക്ക് വരുന്നതിനും, അവിടുത്തെ മക്കളാണ് നമ്മൾ, സംസർഗത്തിലേക്ക് വരുന്നതിനും വിശ്വാസം കൂടാതെ മനുഷ്യർക്ക് സാധ്യമല്ല. അതാണ് വിശ്വാസത്തിൻ്റെ ആവശ്യം. വിശ്വാസത്തിൻ്റെ ആവശ്യം. മത്തായി 10:22 എൻ്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദോഷിക്കപ്പെടും, എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ വിശ്വാസം നൽകുന്ന ചില വെല്ലുവിളികളാണ്. നമ്മളൊരു വിശ്വാസിയാകുന്നത് തന്നെ വളരെ പ്രതികൂല കാര്യങ്ങൾ നമുക്കുണ്ടാകും ഒരു വിശ്വാസിയാണെങ്കിൽ. ഇവൻ നമ്മുടെ കുടുംബത്തിൽ തന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകണു, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ചിലവർക്ക് ആകെ മുഖം കറുപ്പിക്കാൻ തുടങ്ങും. പിന്നെ നീ ഒരു വലിയ പുണ്യാളനാകാൻ പോകാണ്, നീ വലിയ പുണ്യാളത്തിയായോ, ഞാൻ നിനക്ക് രൂപക്കൂട് പണിയാം, പിന്നെ എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോകേണ്ട വല്ല കാര്യമുണ്ടാകും, നിനക്ക് ഞാൻ രൂപക്കൂട് പണിയാം, വലിയ നടപ്പ് കണ്ട, വലിയ വിശുദ്ധയുടെ മാതിരിയാണ് നടക്കണേ. ഇതൊക്കെയാണ് ക്രിസ്ത്യാനികളായ നമ്മുടെ വീട്ടിൽ തന്നെ ആൾക്കാർ പറയാൻ പോണത് നമ്മളോട്. അതാണ് എൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ സർവരാലും ദോഷിക്കപ്പെടും. ഇത് നമ്മളെ വീട്ടിലെ കാര്യമാണ് ഈ പറയണേ. പക്ഷേ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ ഇതെല്ലാം സഹിക്കണം. കുറച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, കുറച്ച് വചനം കേൾക്കാൻ തുടങ്ങിയാൽ, വിശ്വാസത്തിൻ്റെ ചില പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കാൻ തുടങ്ങിയാൽ എല്ലാവരും നമ്മളെ വിമർശിക്കുകയും കളിയാക്കുകയും എല്ലാം ചെയ്യും. ആരാണ് അങ്ങനെ? ഓക്കെ, അറിയാലോ. അപ്പം അത് ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ കൂടെ തന്നെയുള്ള ഒരുപാട് പേര് മറ്റ് മതങ്ങളിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുള്ളവരുണ്ട്. അവരുടെ മാതാപിതാക്കളും ബന്ധുക്കളും എല്ലാം ആ മതത്തിൽ തന്നെയാണ്. അപ്പോൾ അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവരവരുടെ വീട്ടിലോ നാട്ടിലോ ചെല്ലുമ്പോൾ അവരെ ഒരു പുറത്തുകാരനായിട്ടാണ് അവർ കണക്കാക്കുന്നത്. എന്നാൽ അവർ ഇവിടെ ക്രിസ്ത്യാനികളായി ഇവിടെ വന്നേക്കുമ്പോൾ നമ്മളവരെ കാണുന്നത് പുതു ക്രിസ്ത്യാനികളായിട്ടാണ്. അവിടെയും അവർക്ക് അത്ര വലിയ സ്ഥാനമില്ലാത്ത മാതിരിയാണ്. പക്ഷെ അവരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ, വിശ്വാസത്തിൻ്റെ മേഖലയിൽ ദൈവത്തിന് അവരെ എന്തോരം ഇഷ്ടമാണെന്നറിയോ. കാരണം ഈ വെല്ലുവിളികളെല്ലാം, ഈ എല്ലാ വെല്ലുവിളികളുടെയും ഈ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളുടെയും മധ്യത്തിലാണ് അവർ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത്. ഇത് എപ്പോഴും തുടർന്നു കൊണ്ടുപോകുന്ന ഒരു പദ്ധതിയാണ്. അവരാണ് സഭയുടെ വീരന്മാരാണ് അവർ. അതുപോലെ നമ്മളും ആകണം. വിശ്വാസം വളരണമെങ്കിൽ വെല്ലുവിളി വേണം. ഒരു ഓട്ടപ്പന്തയത്തിൽ ഒരാൾ മാത്രം ഓടുകയാണെങ്കിൽ പന്തയമില്ലല്ലോ, ഓട്ടത്തിന് വല്ല ഉശിരുണ്ടോ? ഓടണമെങ്കിൽ ഒരു കോമ്പറ്റീറ്റർ വേണം അതിന്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദോഷിക്കപ്പെടും, അവസാനം വരെ സഹിച്ച് നിൽക്കുന്നവൻ രക്ഷപ്പെടും. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വലിയ വചന പ്രഘോഷകരൊക്കെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഞാനുമായിട്ട് കാണാറുണ്ട്, ഇവിടെ ഓഫീസിലൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ നിത്യാരാധനാ കേന്ദ്രത്തിലും ഇവിടെ നമ്മുടെ ദിനരാത്രം ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് ഇവിടെ. ആലോചിച്ച് നോക്ക്, എന്തോ ഒരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ അവർ വന്നിട്ട് പറയുന്നൊരു കാര്യം, എന്നാലും ബ്രദർ 20 വർഷമായിട്ട് ഇവിടെ പിടിച്ചു നിന്നല്ലോ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് വന്നു, അവർ പിടിച്ചു നിന്നില്ല, അവർ പോയി.
ഞാനിത് പറയണത് തന്നെ പൊക്കി പറയാൻ വേണ്ടിയല്ല. പിടിച്ചു നിൽക്കണത് ഒരു സാധാരണ കാര്യമല്ല, അത് എൻ്റെ ദൈവമേ. അതാണ് വിശ്വാസം വളരണതിന് ഒരു പോരാട്ടം ആവശ്യമാണ്. ഒരു പോരാട്ടം വേണം. അതുകൊണ്ട് അതിനെ പോസിറ്റീവായിട്ടാണ്. അങ്ങനെ പോരാട്ടത്തിന് കർത്താവ് നമ്മളെ ഒരുക്കുകയും നമ്മളെ വിടുകയും ചെയ്യും. അവിടെ പിടിച്ചു നിൽക്കണം, സഹിച്ചു നിൽക്കണം. എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. 24:13 ഉണ്ടോ? അതിലെല്ലാം ദൈവം നമ്മളെ സഹായിക്കുമെന്ന് മനസ്സിലാക്കണം. നമ്മൾ ആരാ? കർത്താവിൻ്റെ കയ്യിൽ ഒരു പെൻസിലാണ്. കർത്താവിൻ്റെ കയ്യിൽ ഒരു പെൻസിലാണെന്ന് എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം. നമ്മൾ പോരാടുമ്പോഴും പോരാട്ടത്തിൽ ഞാൻ എപ്പോഴും കാണിച്ചു തരാറുള്ള ഒരു ഉദാഹരണം ഇതാണ്. നമ്മൾ കർത്താവിൻ്റെ കയ്യിലാണ്. കണ്ടോ? കർത്താവിൻ്റെ കയ്യിലാണ്. നമ്മൾ കർത്താവിൻ്റെ കയ്യിൽ വീണു. അപ്പോഴും എവിടെയാ? കർത്താവിൻ്റെ കയ്യിലാണ്. ആര് നമ്മൾ ഉയർത്തും? കർത്താവിൻ്റെ കയ്യിൽ വീണ ആളെ കർത്താവ് ആശ്ലേഷിച്ചുകൊണ്ട് ഇങ്ങനെ ഉയർത്തും. അതും കർത്താവ് തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് വിശ്വാസം തന്നത് കർത്താവാണ്. നമ്മൾ വിശ്വാസത്തിൽ തളർന്നപ്പോഴും വീണപ്പോഴും കർത്താവിൻ്റെ കയ്യിലാണ് വീണത്. ആ വീണ സ്ഥലത്ത് നിന്ന് കർത്താവ് തന്നെ നമ്മളെ ഉയർത്തുമ്പോഴാണ് നമ്മൾ കൂടുതൽ വീര്യത്തിലേക്ക് വരുന്നത്. അതാണ് അതിൻ്റെ അർത്ഥം. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. കണ്ടോ? ഈ 11:6 ഭയങ്കര രസമാണ്. ഒന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുക. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. രണ്ടാമത് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ഇന്നത്തെ വെല്ലുവിളി അതാണ്. നമ്മുടെ പിള്ളേര്, നമ്മുടെ യുവതീ-യുവാക്കൾ നമ്മളോട് പറയാണ്, അതൊന്ന് പ്രൂവ് ചെയ്ത് തന്നെ ദൈവം ഉണ്ടെന്ന്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ ദൈവം ഉണ്ടെന്നൊക്കെ, നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് തന്നെ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനും അവിടുത്തെ മക്കളുടെ സംസർഗത്തിലേക്ക് വരുന്നതിനും വിശ്വാസം കൂടാതെ മനുഷ്യർക്ക് സാധ്യമല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മളിതെല്ലാം ലഭിച്ചു കഴിഞ്ഞവരാണ്. പക്ഷെ ഇത് ഒരു വശത്ത് അതിൻ്റെ ആ മാഹാത്മ്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത് മറ്റുള്ളവരെ, വിശ്വാസത്തിൽ തളർന്നവരെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരണം. മൂന്നാമത് നമ്മൾ വിശ്വാസത്തിൽ വളരണം. ഓക്കെ, ഇനി അവിടുത്തെ മക്കളുടെ സംസർഗത്തിലേക്ക് വരുന്നതിനും വിശ്വാസം കൂടാതെ മനുഷ്യർക്ക് സാധ്യമല്ല. അടുത്തത്, വിശ്വാസം കൂടാതെ ആരും നീതീകരണം നേടിയിട്ടില്ല. അപ്പോൾ വിശ്വാസത്തിൻ്റെ ആവശ്യകതയാണത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ ആവശ്യകതയിൽ എന്താണ് അതിൻ്റെ ആവശ്യകത? ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നു. എനിക്കിപ്പോൾ പള്ളിയിൽ പോയില്ലെങ്കിലും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ ജീവിക്കും. അവസാനം ആരെങ്കിലും എന്നെ കുഴിയിൽ കൊണ്ടുവന്ന് വെച്ചേക്കും എന്ന് പറഞ്ഞ് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷെ അവരെയും നമ്മൾ നേടണം. അതാണ്, അവരെയും നമ്മൾ നേടണം. അപ്പോൾ വിശ്വാസം നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇനി എല്ലാവരെയും ആ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അപ്പോൾ നമ്മളത് അറിയണം. വിശ്വാസത്തിൻ്റെ ആവശ്യകത വിശ്വാസത്തിൻ്റെ ആവശ്യകതയിൽ ഒന്ന്, യേശു ക്രിസ്തുവിലും നമ്മുടെ രക്ഷയ്ക്കായി അവിടുത്തെ അയച്ചവനിലും വിശ്വസിക്കുക നിത്യരക്ഷ പ്രാപിക്കുന്നതിന് ആവശ്യമാണ്. അത് നമ്മൾക്ക് ബോധ്യമുണ്ടാകണം. എന്നാൽ മറ്റുള്ളവരെ എങ്ങനെ ആ ബോധ്യത്തിലേക്ക് നമ്മളെ നയിക്കണം എന്നത് നമുക്ക് ബോധ്യപ്പെട്ടാലല്ലേ പറ്റുള്ളൂ. രണ്ടാമത്, കാരണം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനും അവിടുത്തെ മക്കളുടെ സംസർഗത്തിലേക്ക് വരുന്നതിനും വിശ്വാസം കൂടാതെ മനുഷ്യർക്ക് സാധ്യമല്ല. അപ്പോൾ വിശ്വാസം കൂടാതെ മനുഷ്യർക്ക് സാധ്യമല്ല.
ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനും അവിടുത്തെ മക്കളുടെ സംസർഗത്തിലേക്ക് വരുന്നതിനും വിശ്വാസം കൂടാതെ സാധ്യമല്ല. ഇത് നമുക്ക് വളർച്ചയ്ക്ക് വേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇങ്ങനത്തെ അവസ്ഥയിലാണെങ്കിലും അതിൻ്റെ കഴമ്പ് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് വിശ്വാസം വേണം. എന്നാൽ അത് മാത്രം പോരാ, അവിടുത്തെ മക്കളുടെ സംസർഗത്തിലേക്ക് വരുന്നതിന് നമ്മൾ ദൈവമക്കളാണ്. നമ്മൾ നിസ്സാര ആൾക്കാരല്ല. യേശുക്രിസ്തുവിനോടൊപ്പം തന്നെ ദൈവഭവനത്തിലെ അംഗങ്ങളാണ് നമ്മൾ. യേശുക്രിസ്തുവിനോടൊപ്പം ദൈവമക്കളാണ് നമ്മൾ. യേശു ദൈവത്തിൻ്റെ ഏകപുത്രനാണ്. എന്നാൽ ആ പുത്രൻ്റെ വിശ്വസിക്കുന്നത് കൊണ്ട് ആ പുത്രനോടൊപ്പം തന്നെ നമ്മൾ യേശുവിൻ്റെ സഹോദരങ്ങളാണ്. യേശുവിൻ്റെ സഹോദരങ്ങളാണെന്ന് ഞാൻ പ്രാർത്ഥനയൊക്കെ ചൊല്ലി കേൾപ്പിച്ചില്ലേ? സഹോദരരാണ് നമ്മൾ. വിശ്വാസം കൂടാതെ ആരും നീതീകരണം നേടിയിട്ടില്ല. വിശ്വാസം കൂടാതെ ആരും നീതീകരണം നേടിയിട്ടില്ല. അവസാനം വരെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാതെ ആരും നിത്യരക്ഷ പ്രാപിക്കുകയുമില്ല. അപ്പോൾ ഇത് കൗൺസിൽ ഓഫ് ട്രെൻഡിൽ ഉള്ള സഭയുടെ പ്രബോധനമാണത്. വിശ്വാസം കൂടാതെ ആരും നീതീകരണം നേടിയിട്ടില്ല. അപ്പോൾ നമ്മളെ നീതീകരിക്കുന്നത് ദൈവമാണ്. ആ നീതീകരണത്തിന് വിശ്വാസത്തിലൂടെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നത്. ദൈവനീതിയെക്കുറിച്ച് നമ്മൾ പല പ്രാവശ്യം കേട്ടതാണ്. ദൈവനീതി 1987 പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് നമ്മെ നീതിവത്കരിക്കാൻ, അതായത് നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാനും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയും മാമോദീസായിലൂടെയും ദൈവത്തിൻ്റെ നീതി നമ്മിലേക്ക് പ്രസരിപ്പിക്കാൻ കഴിയും. അതാണ് ദൈവനീതി. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയും മാമോദീസായിലൂടെയും ദൈവത്തിൻ്റെ നീതി നമ്മിലേക്ക് പ്രസരിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഓക്കെ, 616 ഓർത്തിരിക്കണം. 616. ഇനി ഇതിൻ്റെ സൈഡിൽ പറഞ്ഞിരിക്കുന്ന 3 പാരഗ്രാഫുകളാണ്. 432, 1257, 846. 432 നമുക്ക് പോകാം. 432. ഈ 432 പോകുന്നതിന് മുമ്പ് 430 യേശു എന്ന പദത്തിനെ ഹീബ്രു ഭാഷയിൽ ദൈവം രക്ഷിക്കുന്നു. എന്താണ് യേശു എന്ന വാക്കിൻ്റെ അർത്ഥം? ദൈവം രക്ഷിക്കുന്നു എന്നാണ് അർത്ഥം. മംഗളവാർത്ത വേളയിൽ രക്ഷകന്റെ പ്രത്യേക സംജ്ഞയായി ഗബ്രിയേൽ മാലാഖ നൽകുന്നത് യേശു എന്ന നാമമാണ്. അത് അവിടുത്തെ വ്യക്തിത്വത്തെയും ദൗത്യത്തെയും സൂചിപ്പിക്കുന്നു. അതാണ് യേശു എന്ന വാക്കിൽ അവിടുത്തെ വ്യക്തിത്വത്തെയും ദൗത്യത്തെയും സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് 432 കേൾക്കാം. 432. പാപത്തിൽ നിന്ന് എന്താണ് ഈ വിശ്വാസത്തിൻ്റെ ആവശ്യകതയാണ് നമ്മളുടെ സബ്ജക്റ്റ്. വിശ്വാസത്തിൻ്റെ ആവശ്യകത. എന്തിനാ വിശ്വസിക്കുന്നത്? പാപത്തിൽ നിന്ന് മനുഷ്യർക്ക് സാർവലൗകികവും പരമവുമായ മോചനം നൽകാൻ അവതരിച്ച ദൈവപുത്രൻ്റെ വ്യക്തിത്വത്തിൽ തന്നെ അന്തർഭവിച്ചിരിക്കുന്ന ദൈവനാമത്തെയാണ് യേശു എന്ന നാമം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ആദ്യം വായിച്ചത്. യേശു എന്ന നാമം. യേശു എന്ന നാമം നമ്മൾ ഇഷ്ടംപോലെ പറയുന്ന നാമമാണ്. യേശു 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 നാം, യേശു നാം പാവൻ നാം, യേശു നാം ദാന നാം, യേശു നാം മുക്തി നാം. അതാണ് ഉത്തരേന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കൺവെൻഷനുകളിലും ഉള്ള പ്രധാന ഒരു സ്തുതിപ്പും പാട്ടും ഇതാണ്. ഞാനെല്ലാം ആദ്യം വേറെ ഒരുപാടൊന്നും പാടാൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇത് മാത്രം അരമണിക്കൂർ പാടുമ്പോഴേക്കും ആളുകളിൽ ഭയങ്കര അഭിഷേകമാണ്.
രോഗശാന്തി ശുശ്രൂഷയ്ക്കെല്ലാം ഈ ഇത് മാത്രം മതി. ഈ ഭജൻ യേശു 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 നാം, യേശു നാം പാവൻ നാം, യേശു നാം മുക്തി നാം, യേശു നാം ഭക്തി നാം, യേശു 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 നാം യേശു. അപ്പോൾ യേശു എന്ന നാമത്തിൻ്റെ തന്നെ ആന്തരാർത്ഥം നമ്മൾ ഹൃദയത്തിൽ ശരിക്കും മനസ്സിലാകണം. യേശു എന്ന പേര് ആരോട് പറഞ്ഞപ്പോൾ ഉണ്ടായി? മാലാഖ, ദൈവത്താൽ അയച്ചപ്പെട്ട് മാലാഖ വന്നിട്ട് മാതാവിനോടും ഔസേപ്പിതാവിനോടും പറഞ്ഞതാണ്, നീ അവന് യേശു എന്ന് പേരിടണം. എന്തുകൊണ്ടാണ് അതിനാൽ അവിടുന്ന് മനുഷ്യനെ അവതരിച്ച ഒരു യേശു, അവിടുന്ന് തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ മോചിപ്പിക്കും. യേശു എന്നത് ഒരു ഹീബ്രു പദമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? യേശു എന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ ചിലർ പറയും രക്ഷകരെന്ന് പറയും, ചിലർ പറയും ദൈവമെന്ന് പറയും, ചിലർ പറയും അയച്ചവരെന്ന് പറയും. കൃത്യമായിട്ട് മനസ്സിലാക്കണം. 430 യേശു എന്ന വാക്കിൻ്റെ ഹീബ്രു ആ പദത്തിൻ്റെ അർത്ഥം എന്താണ്? ദൈവം രക്ഷിക്കുന്നു, ദൈവം രക്ഷിക്കുന്നു, ദൈവം രക്ഷിക്കുന്നു, ദൈവം രക്ഷിക്കുന്നു. അപ്പോൾ ഇപ്പം ഞാൻ വീണ്ടും 616 പറയാം കേട്ടോ. 616 അവസാനം എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ രക്ഷകൻ വന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണോ? സകല മനുഷ്യർക്കും വേണ്ടിയാണ്. കണ്ടോ, എല്ലാ മനുഷ്യ വ്യക്തികൾക്കും അവരെല്ലാം ആശ്ലേഷിക്കുകയും മനുഷ്യവർഗത്തിൻ്റെ മുഴുവനും ശിരസ്സായി തന്നെ സ്ഥാപിക്കുകയും മനുഷ്യവർഗത്തിൻ്റെ. അപ്പം യേശു വന്നത്, യേശു മനുഷ്യനായി അവതരിച്ചതിലൂടെ തന്നെ മനുഷ്യവർഗത്തിനെ മുഴുവനും തൻ്റെ ശരീരത്തിൽ ആശ്ലേഷിച്ചിരിക്കുന്നു എന്നുള്ള ഒരു മൂലം, അതിൻ്റെ ഏറ്റവും പ്രധാന രഹസ്യം നമ്മൾ ഹൃദയത്തിൽ ഉറപ്പിച്ചേക്കണം. അതാണ് വിശ്വാസം. ദൈവത്തിൻ്റെ ദാനമാണ്. എന്നാൽ മനുഷ്യൻ വിശ്വസിക്കുന്നതിന് മുൻപ് തന്നെ മനുഷ്യനെ തൻ്റെ ശരീരത്തിൽ യേശു ഏറ്റെടുത്തിരിക്കുന്നു. അവൻ്റെ പാപം ഏറ്റെടുത്തിരിക്കുന്നു. ഇത് വിശ്വസിച്ച് കഴിഞ്ഞിട്ടല്ല. അതാണ് യേശു ഉണ്ടാവുന്നതിന്, ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവനെക്കുറിച്ച് പറയാണ്, ഇവൻ സകല ജനത്തിൻ്റെയും പാപം ഏറ്റെടുക്കാനാണ് ഇവനെ ജനിക്കുന്നത്. ദൈവം അവതീർണ വചനം, ആദ്യം മുതൽ ഉണ്ടായിരുന്നവൻ, പിതാവിനോടൊപ്പം സത്തയിൽ ഒന്നായിരുന്നവൻ, ഇപ്പോൾ മനുഷ്യനായി അവതരിക്കുന്നു. മർത്യമായ ശരീരത്തോടും അമർത്യമായ ആത്മാവോടും അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി എന്ന് പറയുന്നു. ഉണ്ടോ? അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും സ്ത്രീയിൽ നിന്ന് ജാതനായി. എന്തിന്? ഈ മർത്യ ശരീരത്തിൽ മർത്യ വംശത്തിൻ്റെ മുഴുവനും പാപം ഏറ്റെടുക്കാൻ. അത് സെൻട്രൽ പോയിന്റ്. അപ്പോൾ അതാണ് 432 പറയുന്നത്. പാപത്തിൽ നിന്ന് എന്തിനാണ് നമ്മൾ യേശുവിൽ വിശ്വസിക്കേണ്ടത്? എന്തുകൊണ്ട് ഒരുവൻ യേശുവിൽ വിശ്വസിക്കണം? വീണ്ടും അത് ചോദ്യം നമ്മളിൽ ഉയരട്ടെ. പാപത്തിൽ നിന്ന് മനുഷ്യർക്ക് സാർവലൗകികവും പരമവുമായ മോചനം നൽകാൻ അവതരിച്ച ദൈവപുത്രൻ്റെ വ്യക്തിത്വത്തിൽ തന്നെ അന്തർഭവിച്ചിരിക്കുന്ന ദൈവനാമത്തെയാണ് യേശു ദൈവം രക്ഷിക്കുന്നു എന്ന നാമം സൂചിപ്പിക്കുന്നത്. കേട്ടോ, അതിൻ്റെ ഉള്ളടക്കം നോക്കൂ. പാപത്തിൽ നിന്ന് മനുഷ്യർക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യവംശം മുഴുവനെയും സാർവലൗകികവും പരമവുമായ മോചനം നൽകാൻ അവതരിച്ച ദൈവപുത്രൻ്റെ വ്യക്തിത്വത്തിൽ തന്നെ അന്തർഭവിച്ചിരിക്കുന്ന ദൈവനാമത്തെയാണ് യേശു എന്ന നാമം സൂചിപ്പിക്കുന്നത്. രക്ഷ പ്രദാനം ചെയ്യുന്നത് യേശു എന്ന ദിവ്യനാമം മാത്രമാണ്. അതാണ് ഭൂമിയിൽ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല. എല്ലാ മനുഷ്യർക്കും തിരുനാമം വിളിച്ചപേക്ഷിക്കാം.
കണ്ടോ, എല്ലാ മനുഷ്യർക്കും വിളിച്ചപേക്ഷിക്കാം. ഒരു പെൺകുട്ടിയുടെ സാക്ഷ്യം ഇതാണ്: എൻ്റെ പേര് അമ്പിളി. ഞാൻ യേശുവിനെ കുറിച്ച് റേഡിയോയിലോ ടി വിയിലോ വചനപ്രഘോഷണത്തിലോ ഒന്നും കേട്ടിട്ടില്ല. ഒരു ദിവസം ഞാൻ രാത്രി ഉറങ്ങുമ്പോൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് ആരോ നിൽക്കുന്നതായി തോന്നി. ഞാൻ ഞെട്ടി എഴുന്നേറ്റപ്പോൾ ഒരു വെളുത്ത വസ്ത്രം ധരിച്ച ഒരാൾ എൻ്റെ അടുത്ത് നിൽക്കുന്നു. അദ്ദേഹം എന്നെ വിളിച്ചു: അമ്പിളി, ഞാൻ യേശുവാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാനാണ് നിന്റെ രക്ഷകൻ. എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ ആനന്ദം. അന്നു മുതൽ ഈശോയുമായിട്ട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ഈശോ എല്ലാ കാര്യങ്ങളും എന്നെ പഠിപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ യേശുവിനെ അറിഞ്ഞത്. നോക്കൂ, പ്രൈസ് ദ ലോർഡ്. ഇത് നമ്മൾ ഒരുപാട് പേര് അക്രൈസ്തവരിൽ നിന്ന് കേട്ടിട്ടുള്ള സാക്ഷ്യങ്ങളാണത്. അതാണ് രക്ഷ പ്രദാനം ചെയ്യുന്ന യേശു എന്ന ദിവ്യനാമം മാത്രമാണ്. എല്ലാ മനുഷ്യർക്കും, ശ്രദ്ധിക്കണം, തിരുനാമം വിളിച്ചപേക്ഷിക്കാം. കാരണം മനുഷ്യാവതാരത്തിലൂടെ യേശു തന്നെ തന്നെ, പ്രൈസ് ദ ലോർഡ്, ഇതാ വരുന്നു, ഹല്ലേലൂയ, തന്നെ തന്നെ സർവ മനുഷ്യരുമായി ഐക്യപ്പെടുത്തിയിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ പ്രാവശ്യം പറഞ്ഞില്ലേ, മനുഷ്യാവതാരത്തിലൂടെ യേശു എല്ലാ മനുഷ്യരുമായിട്ട് ഒന്നിച്ചിരിക്കുന്നു. മനുഷ്യാവതാരത്തിലൂടെ. മനുഷ്യൻ യേശുവിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് യേശുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ. എന്തുകൊണ്ടാണ്? യേശുവിൽ ആദത്തിൽ സകല മനുഷ്യരും ഒരു ശരീരമായിരിക്കുന്ന പോലെ തന്നെ ക്രിസ്തുവിൽ സകല മനുഷ്യരും ഒരു ശരീരമാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ നീതീകരണം എല്ലാവർക്കും ലഭ്യമാണ്. മനുഷ്യാവതാരത്തിലൂടെ യേശു തന്നെ തന്നെ സർവ മനുഷ്യരുമായി ഐക്യപ്പെടുത്തിയിരിക്കുന്നു. 23 എന്ന് പറയുമ്പോൾ യോഹന്നാൻ 3:18, അപ്പസ്തോല പ്രവർത്തനം 2:21, അപ്പസ്തോല പ്രവർത്തനം 5:41, 3 യോഹന്നാൻ 7 അല്ലെ 23, 5:41. നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവന് രക്ഷ പ്രാപിക്കാം. 2:21. അവരാകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. അപ്പസ്തോല പ്രവർത്തനം 5:41. ഓക്കെ, ഓൾറൈറ്റ്. 432 വരാം. അങ്ങനെ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. ഇനി നമ്മൾ 1257. ഇനി വിശ്വാസത്തിൻ്റെ ആവശ്യം. അടുത്തത് മാമോദിസയുടെ ആവശ്യം. 1257. മാമോദിസ രക്ഷയ്ക്ക് അത്യാവശ്യമാണെന്നും കർത്താവ് തന്നെ ഊന്നി പറയുന്നു. എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കാനും അവർ ജ്ഞാനസ്നാനപ്പെടുത്താനും ശിഷ്യന്മാരോട് അവിടെ നിന്ന് കൽപ്പിക്കുകയും ചെയ്തു. കണ്ടോ, 60-ാമത്തെ ഖണ്ഡിക നമുക്കറിയാം. മത്തായി 28:19 പറയുന്നത് എല്ലാവരെയും ശിക്ഷപ്പെടുത്തുക. 59 യോഹന്നാൻ 3:5 മാമോദീസ രക്ഷയ്ക്ക് അത്യാവശ്യമാണെന്ന് കർത്താവ് തന്നെ ഊന്നി പറയുന്നു. ജലത്താലും ആത്മാവിനാലും ജനിച്ചാൽ മാത്രമേ ഒരുവൻ രക്ഷിക്കപ്പെടുകയുള്ളൂ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. തുടർന്ന് മത്തായി 28 സുവിശേഷ പ്രഘോഷണം ശ്രവിച്ചവരെയും ഈ കൂദാശ ആവശ്യപ്പെടാൻ സാധ്യതയുള്ളവരെയും സംബന്ധിച്ചിടത്തോളം രക്ഷയ്ക്ക് മാമോദീസ അത്യാവശ്യമാണ്. മർക്കോസ് 16:16
മാമോദീസയല്ലാതെ ശാശ്വത സൗഭാഗ്യത്തിലേക്കുള്ള പ്രവേശനം ഉറപ്പുവരുത്തുന്ന മറ്റൊരു ഉപാധിയെപ്പറ്റി സഭയ്ക്ക് അറിവില്ല. അതുകൊണ്ടാണ് മാമോദീസ സ്വീകരിക്കാൻ സാധിക്കുന്നവരെല്ലാം ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിക്കണം എന്ന് കർത്താവിൽ നിന്ന് സ്വീകരിച്ച ദൗത്യം. ജലത്താലും പരിശുദ്ധാത്മാവിലും വീണ്ടും ജനിക്കണം എന്ന് കർത്താവിൽ നിന്ന് സ്വീകരിച്ച ദൗത്യം അവഗണിക്കാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുന്നത് 1257 അവസാന സെൻറ്റൻസ്, ദൈവം രക്ഷയെ മാമോദീസ എന്ന കൂദാശയോട് ബന്ധിപ്പിച്ചിരിക്കുന്നു, എന്നാൽ അവിടുന്ന് തൻ്റെ കൂദാശകളാൽ ബന്ധിതനല്ല. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ദൈവം മാമോദീസ എന്ന കൂദാശയോട്, രക്ഷയെ മാമോദീസ എന്ന കൂദാശയോട് ബന്ധിപ്പിച്ചിരിക്കുന്നു, എന്നാൽ അവിടുന്ന് സ്വാതന്ത്ര്യമുണ്ട് എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്യാനായിട്ട്. അവിടുന്ന് തൻ്റെ കൂദാശകളാൽ ബന്ധിതനല്ല. അതാണ്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മാമോദീസയിലൂടെ അല്ലാതെ ഒരാൾ രക്ഷിക്കപ്പെടുകയില്ല എന്നവിടെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു. ഇനി ഇവിടെയാണ് നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഈ കുരിശിൽ കിടന്ന് മരിച്ച മറ്റേ നല്ല കള്ളൻ മാമോദീസ സ്വീകരിച്ചായിരുന്നോ? ഈശോ അവനോട് പറഞ്ഞില്ലേ, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലായിരിക്കുമെന്ന്. അപ്പോൾ അവിടെയെല്ലാം ജലത്താലും ആത്മാവിനാലും ഉള്ള മാമോദീസയുടെ തന്നെ അന്തരാർത്ഥത്തിൽ മാമോദീസയ്ക്ക് മറ്റു പല അർത്ഥങ്ങളുണ്ട്. അതായത് ആഗ്രഹം കൊണ്ടുള്ള മാമോദീസ സ്വീകരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ സാധ്യത ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം ഇവിടെ ഈ CCCയിലുണ്ട്. നമ്മൾ ഇനി പഠിക്കുമ്പോൾ അതെല്ലാം പഠിക്കും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ഇതിനകത്ത് തന്നെ ഉണ്ട്. നമ്മൾ ഈ മാമോദീസയെക്കുറിച്ച് പഠിക്കുമ്പോൾ അതെല്ലാം വിശദമായിട്ട് പഠിക്കും. പലതരത്തിലുള്ള മാമോദീസയുണ്ട്. ആഗ്രഹം കൊണ്ടുള്ള മാമോദീസയുണ്ട്, രക്തം കൊണ്ടുള്ള മാമോദീസയുണ്ട്, ശിശുക്കളുടെ മാമോദീസയുണ്ട്, വലിയവരുടെ മാമോദീസയുണ്ട്. മാമോദീസ പോലും സ്വീകരിക്കാത്ത ഒരാൾ മാമോദീസ കൊടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ വിശദമായിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. തുടർന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് 846 സഭയ്ക്ക് പുറമേ രക്ഷയില്ല. ഇത് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണത്. പക്ഷെ അതിൻ്റെ അർത്ഥം ഈ 616 മനസ്സിലാക്കണം. 616, അതുകൊണ്ടാണ് ഞാൻ 616 കർത്താവ് ഈശോ മിശിഹ എല്ലാ മനുഷ്യരുടെയും തൻ്റെ ജനനത്തിലൂടെ തന്നെ ആശ്ലേഷിക്കുന്നു, എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു പോയിന്റ് മുമ്പിൽ കാണണം. എന്നിട്ട് നമ്മളിത് വായിക്കണം, സഭയ്ക്ക് പുറമേ രക്ഷയില്ല. അപ്പോൾ സഭ എന്ന് പറയുന്നത് ഈ കാണുന്ന തരത്തിൽ നമ്മൾ സാധാരണ മനസ്സിൽ കാണുന്ന ഒരു സ്ട്രക്ചറോ ഒരു സംഘമോ ഒരു പാർട്ടിയോ ഒന്നുമല്ല. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അതാണ് നമ്മൾ 616 അവസാനം കണ്ടത്. എല്ലാ മതസ്ഥരും അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. എങ്ങനെ? ജനനത്തിലൂടെയും പാപമോചനത്തിലൂടെയും. അവരെല്ലാവരെയും ആശ്ലേഷിക്കുകയും മനുഷ്യവർഗത്തിൻ്റെ മുഴുവനും ശിരസായി തന്നെ സ്ഥാപിക്കുകയും ചെയ്യുന്ന ദൈവിക വ്യക്തിയായ പുത്രൻ ക്രിസ്തുവിൽ സ്ഥിതി ചെയ്യുന്ന ആളാണ് എല്ലാവർക്കും വേണ്ടി വീണ്ടെടുപ്പിൻ്റെ. കണ്ടോ? മനുഷ്യവർഗത്തിൻ്റെ മുഴുവനും ശിരസായി. അപ്പോൾ സഭ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ സംബന്ധിച്ച് ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ എല്ലാ മനുഷ്യരെയും ക്രിസ്തു ആശ്ലേഷിച്ചിരിക്കുന്നു, അവർക്ക് വേണ്ടി താൻ ജീവൻ അർപ്പിച്ചിരിക്കുന്നു എന്ന ഒരു വലിയ രഹസ്യം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. 616. ഇനി നമ്മൾ വായിക്കാം. സഭാപിതാക്കന്മാർ
പലപ്പോഴും ആവർത്തിച്ചിരുന്ന ഒരു പ്രസ്താവനയെ നാം എങ്ങനെ മനസ്സിലാക്കണം? ഭാവാത്മകമായ വിധത്തിൽ ആവിഷ്കരിച്ചാൽ എല്ലാ രക്ഷയും ശിരസ്സായ ക്രിസ്തുവിൽ നിന്ന് അവിടുത്തെ ശരീരമായ സഭയിലൂടെ വരുന്നു എന്ന് ഇതിനർത്ഥം കിട്ടും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതാണ് ശിരസ്സായ ക്രിസ്തുവിൽ നിന്ന്. അപ്പോൾ സഭയ്ക്ക് പുറമെ രക്ഷയില്ല എന്ന് പറഞ്ഞാൽ സഭ എന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ആ ശരീരത്തിൻ്റെ ശിരസ്സാണ് ക്രിസ്തു. ആരാണ് ആ ശരീരം? ആ ശരീരം വിശ്വാസികൾ മാത്രമല്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സഭ എന്ന് പറയുന്നത് വിശ്വാസികളെ മാത്രമാണെന്നാണ് ജനം ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തപ്പോൾ തന്നെ പ്രപഞ്ചത്തെ സകല മനുഷ്യരെയും തൻ്റെ ശരീരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തു പീഡ സഹിച്ച് മരിച്ചപ്പോൾ തന്നെ സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരം ചെയ്തു തൻ്റെ ശരീരത്തിൽ എന്നത് ഉൾക്കൊള്ളണം. അങ്ങനെയാണ് ഇവിടെ എല്ലാ രക്ഷയും ശിരസ്സായ ക്രിസ്തുവിൽ നിന്ന് അവിടുത്തെ ശരീരമായ സഭയിലൂടെ വരുന്നു എന്ന് ഇതിനർത്ഥം കിട്ടും. ഇവിടെ ഒരു തീർത്ഥാടകയായ സഭ രക്ഷയ്ക്ക് അത്യാവശ്യമാണെന്ന് പരിശുദ്ധ സൂനകദോസ് വിശുദ്ധ ഗ്രന്ഥവും പാരമ്പര്യവും ആധാരമാക്കി പഠിപ്പിക്കുന്നു. ക്രിസ്തുവാണ് ഏക മധ്യസ്ഥനും രക്ഷയുടെ മാർഗവും. സഭയാകുന്ന തൻ്റെ ശരീരത്തിൽ അവിടുന്ന് നമുക്ക് സന്നിഹിതനാണ്. വിശ്വാസവും മാമോദീസാവും അത്യാവശ്യമാണെന്ന് അവിടുന്ന് വ്യക്തമായി പ്രസ്താവിച്ചു. അതുവഴി ഒരു വാതിലിലൂടെ എന്ന പോലെ മാമോദീസായിലൂടെ മനുഷ്യർ പ്രവേശിക്കുന്ന സഭയുടെ ആവശ്യകതയെയും ഒരേ സമയം അവിടെ ഉറപ്പിച്ചു പറഞ്ഞു. തന്മൂലം ദൈവം ക്രിസ്തുവിലൂടെ സ്ഥാപിച്ച കത്തോലിക്ക സഭ ആവശ്യകമായ ഒന്നാണെന്ന് അറിഞ്ഞിട്ട് അതിൽ പ്രവേശിക്കാനോ അതിൽ നിലനിൽക്കാനോ വിസമ്മതിക്കുന്നവർ രക്ഷിക്കപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ നന്ദി പറയുന്നു.